Magic morning. Magic morning to all. Magic morning. Okay. Magic morning. Magic morning. Okay. Thank you so much to all. അപ്പോൾ നമുക്കിന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ സെഷൻ ഏതാണെന്ന് അറിയാലോ. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ ഇന്ന് ഏതാണ് സെഷൻ വരുന്നതെന്നുള്ളത്? My story. നമുക്കിന്ന് മൈ സ്റ്റോറി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഡ്വക്കേറ്റ് ആണ് നമ്മുടെ ബി മാജിക് മെമ്പർ ആയിട്ടുള്ള ദീപ മാം ആണ് ഇന്നത്തെ നമുക്ക് മൈ സ്റ്റോറി സെഷൻ എടുക്കുന്നത്. സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ദീപ മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. ദീപ മാം, പ്ലീസ് വെൽക്കം മാം. Thank you. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Start ചെയ്യാം. താങ്ക് യു. Magic morning. Magic morning to all. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. അപ്പോ എൻ്റെ പേര് ദീപ. ഞാൻ അഡ്വക്കേറ്റ് ആണ്. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ, അതായത് ജില്ലാ കോടതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 to 6 years ആയി. എന്നെ ഇന്നലെ മൈ സ്റ്റോറി പറയണം എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തത് സിന്ധു മാഡം ആണ്. അതിന് തന്നെ മാഡത്തിനൊരു നന്ദി പറയുന്നുണ്ട്. മാഡം വിളിച്ചിട്ട് മൈ സ്റ്റോറി പറയണം എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഓർത്തത് എനിക്ക് പറയാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്റ്റോറി ഉണ്ടോ, എന്റെ സ്റ്റോറി തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. തീർച്ചയായിട്ടും ഇത്രയും വർഷം ജീവിച്ചതിൽ എനിക്കും എല്ലാവരും പോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അപ്പോ ഞാൻ എൻ്റെ ജീവിതത്തില് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസം തന്നെയാണ്. എൻ്റെ വിദ്യാഭ്യാസമാണ് എൻ്റെ പ്രൊഫഷനാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ സമൂഹത്തില് ഉള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. പഠിച്ചാലും ജയിച്ചാലും കല്യാണം കഴിക്കുക, ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുക എന്നുള്ള ഒരു ലൈഫാണ് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സാധാരണക്കാരിലുള്ള ആൾക്കാര് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരുപാട് തോറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ തോൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു ഇതിലോട്ട് പോകേണ്ട ഒരാളാണ്. അപ്പോ അതിൽ നിന്നും എല്ലാം മാറി ഞാൻ ഇങ്ങനൊരു പ്രൊഫഷനിൽ എത്തി എന്നുള്ളത് എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റേത് ഒരു സാധാരണ ഒരു കുടുംബമാണ്. എൻ്റെ പപ്പയും അമ്മയും ഒരു ഷോപ്പാണ് നടത്തിയിരുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ജീവിത മാർഗം തന്നെ. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് നന്നായിട്ട് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുകയും, ശരിക്കും ഞാൻ എൻ്റെ തോറ്റിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ എന്നെ പറയുമ്പോൾ എൻ്റെ തോൽവി തുടങ്ങുന്നത് ഞാൻ +2 വെച്ചിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ +2 എക്സാമിന് തോറ്റിട്ടുള്ള ഒരാളാണ്. പിന്നീട് ശരിക്കും തോറ്റിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഠിക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തീരെ പഠിക്കാതിരുന്ന ഒരു കുട്ടിയും ആയിരുന്നില്ല. പഠിക്കുമായിരുന്നു, പക്ഷെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ പഠിക്കുന്ന ആളായിരുന്നു. അപ്പോ നാളെ ആവട്ടെ, ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഇനിയിപ്പോ നാളെ സമയമുണ്ടല്ലോ, എക്സാം ആവട്ടെ എന്നൊക്കെ വിചാരിക്കും. ആദ്യം ഈ ബൈബിളിലൊരു വാക്കുണ്ട്, പാറപ്പുറത്ത് വീഴുന്ന വിത്ത് എന്ന് പറയും. ഉപമയായിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. മുൾച്ചെടികൾക്ക് ഇടയിൽ വീഴുന്ന വിത്ത്, പാറപ്പുറത്ത് വീഴുന്ന വിത്ത്, നല്ല നിലത്ത് വീഴുന്ന വിത്ത്. അങ്ങനെ വിത്തുകളെ 3 തരത്തില് ഉപമിക്കുമായിരുന്നു. അതില്
തന്നെ പാറപ്പുറത്ത് വീഴുന്ന വിത്തായിരുന്നു ഞാൻ. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ മുളച്ചു പൊന്തുകയും അതേ വേഗതയിൽ തന്നെ വാടി തളരുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എന്റേത്. ഇതില് ഒരുപാട് ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു തുടർച്ചയില്ലാതെ അതങ്ങ് അവസാനിക്കാൻ നിന്ന് പോവുക. പിന്നെയും വീണ്ടും പഴയ തലത്തിലോട്ട് തിരിച്ചു പോകുന്ന ടൈപ്പ് ഒരാള്. അപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പരീക്ഷയിലൊക്കെ തോറ്റ ഒരാളാണ്. പിന്നീട് സപ്ലൈ എഴുതിയാണ് +2 ജയിക്കുന്നത്. എന്നിട്ടും എന്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിക്കാൻ വിട്ടു. ഡിഗ്രിക്കാണ് കൊണ്ട് ചേർത്തത്. ഓൾ സയൻസ് കോളേജിലായിരുന്നു, തിരുവനന്തപുരത്ത്. അവിടെയും 3 വർഷം പഠിച്ചെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എല്ലാ വർഷവും അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശത്തിലിരുന്ന് 2-3 ദിവസമൊക്കെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും. പിന്നെയും തോൽക്കും. തോൽക്കാന്ന് വെച്ചാൽ എക്സാം എഴുതാറില്ല, ക്ലാസ്സിൽ പോകാറില്ല, അങ്ങനെ കറങ്ങി കിടക്കുക, ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് വീട്ടിലേക്ക് അയക്കുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കോളേജിൽ നിന്നൊക്കെ. അങ്ങനെ അയക്കാൻ തുടങ്ങിയപ്പോ വീട്ടിലെ പ്രോഗ്രസ് ഈ തോറ്റ റിപ്പോർട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴേ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അങ്ങ് മടുത്തു. എന്ന് വെച്ചാൽ അവര് ഇത്രയും ഈ നമ്മുടെയൊക്കെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു ടൈം എത്തുമ്പോ കല്യാണം കഴിപ്പിച്ച് വിടാതെ പഠിപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ പഠിപ്പിച്ചിട്ടും ഞാനിങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് എന്നോട് പറഞ്ഞു, മക്കളെ നീ ഇനി പഠിക്കാൻ എന്തിനാണ് വെറുതെ, സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഭയങ്കര വിഷമിച്ച് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ എനിക്കും ഭയങ്കര കുറ്റബോധവും വിഷമവും ഒക്കെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്തു വെച്ച് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ലൈബ്രറിയിലെ ബുക്കാണ് കൂടുതൽ വായിക്കുന്നത്, പഠിക്കാനുള്ള ബുക്കല്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് സപ്ലി എഴുതി ജയിക്കണം, ഡിഗ്രിയുടെ എല്ലാ പേപ്പറും എഴുതി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പത്രത്തിൽ കണ്ടതാണ്. ഒരു കടയില് സെയിൽസ് ആയിട്ടാണ് കണ്ടത്. അങ്ങനെ പോണം എന്ന്. കാരണം വീട്ടിൽ നിന്ന് സപ്ലി എഴുതാൻ ഇനി ക്യാഷ് അടയ്ക്കാൻ തരില്ല. അപ്പൊ ആ ഒരു വരുമാനം അവിടെ അതങ്ങ് ക്ലോസ് ആയി. എന്നാ പിന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയാലേ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ, എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു ഇത് വന്നപ്പോ ഞാൻ എക്സാമിന് പൈസ സ്വരൂപിക്കാനായിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. സെയിൽസ് ആയിരുന്നില്ല, പക്ഷെ അവിടെ ചെന്നപ്പോ പിന്നീട് ഈ ബില്ലടിക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് ജോലി അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 2 മാസത്തോളം അവിടെ അങ്ങനെ ഒരു ഇതിൽ ചെയ്തു. പക്ഷെ വീട്ടിൽ പറഞ്ഞിരുന്ന ഞാൻ പഠിക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ശരിക്കും ഞാൻ എൻ്റെ ഈ 3 വർഷത്തോട് അല്ലെങ്കിൽ മടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ കയറാതിരിക്കുക, ഭയങ്കര ഒരു മോശം രീതിയിലല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പഠിക്കായിരുന്നില്ല, പോണ്ടിരിക്കുകയായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയം നമ്മൾ നശിപ്പിക്കാതിരിക്കാൻ കൂടെ ശ്രമിക്കണം കേട്ടോ ഈ കൂട്ടത്തില്. അപ്പോ എനിക്ക് അങ്ങനെ അതിൽ ഭയങ്കര കുറ്റബോധം തോന്നി. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നി, എനിക്ക് പണ്ട് തന്നെ LLB എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് ആദ്യം എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് ഫെയിൽ ആയതുകൊണ്ട് ആദ്യമേ എല്ലാരും പറഞ്ഞു കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻട്രൻസ് എഴുതി, അതും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഡിഗ്രി കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ എൻട്രൻസ് എഴുതി, 5 ഇയർ LLBക്കുള്ള എൻട്രൻസ്. കാരണം ഞാൻ ഡിഗ്രി പാസ്സായിട്ടില്ല. അങ്ങനെ ഞാൻ ഒന്നുകൂടി എൻട്രൻസ് എഴുതി. റാങ്കായിരുന്നു എന്റെ ഓർമ്മ, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് വന്നു. പക്ഷെ അതിലെനിക്ക് ഗവൺമെന്റ് കോളേജിലൊന്നും കിട്ടൂല, അല്ലാതെ പ്രൈവറ്റ് കോളേജിൽ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എങ്കിലും വന്ന്
ഞാൻ ഡിഗ്രിയുടെ സപ്ലി എഴുതുന്നില്ല, ഞാൻ LLBക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിങ്ങനെ എന്റെ അപ്പയോടും അമ്മയോടും പറഞ്ഞു. അപ്പൊ അവര് ശരിക്കും അവര് മടുത്തിരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവര് അത് സമ്മതിക്കാനുണ്ടായത്. എനിക്ക് അവരോട് നന്ദി മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഞാൻ പഠിച്ചത് പാഠശാലയാണ്. പാഠശാല കോളേജിലാണ് ഞാൻ പഠിച്ചത്. ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ല. വീഡിയോ ജസ്റ്റ് നോക്കി. ഞാൻ ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ കേറണോ? എന്താ? ഹലോ ദീപ മാം, വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് നോക്കൂ. ക്ലിയർ ആവുന്നില്ല. മുസ്തഫ സാറ് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു. ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ച് ക്ലിയർ ഉണ്ട്. മാം വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. മാം എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെ ഞാൻ 5 ഇയർ LLBക്ക് പാറശാല CSI ലോ കോളേജിലാണ് ഞാൻ ചേർന്നത്. അവിടെ ആയിരുന്നപ്പോഴും ഞാൻ 5 വർഷം ഞാൻ അവിടെ പഠിച്ചു. പഠിക്കുന്ന ഓരോ ദിവസവും, അതായത് അന്ന് മുതലാണ് ശരിക്കും ഞാൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. ശരിക്കും എന്റെ ഈ 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഈ മാഡം സിന്ധു മാഡം എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, മാഡം വളരെ കഷ്ടപ്പെട്ടായിരിക്കില്ലേ ഈ ഒരു വിദ്യാഭ്യാസം നേടിയെടുത്തത്. കറക്റ്റ് ആയിരുന്നു, അത് ശരിയാണ്. ഞാൻ വളരെ എന്റെ ത്യാഗമായിരുന്നു. എന്റെ ഈ ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ, ഒരുപാട് എക്സാം ടൈമിലൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുക, ചെന്നിരുന്ന് രാവിലെ ഇരുന്ന് എക്സാം എഴുതുക, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഉറക്കം ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കും ഞാൻ യൂണിഫോം ഇട്ട് വരുന്നത്. ഇതാണ് ഞാൻ ഓർക്കുന്നത്. അത് ഓർക്കുമ്പോഴും പിന്നെ എന്റെ അപ്പയുടെ അമ്മയുടെ മുഖം ഓർക്കുമ്പോഴും എല്ലാം എനിക്ക് ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ഒന്ന് ബ്രേക്ക് ഔട്ട് മോളെ. അതെ, ഒന്നും കൂടെ റേഞ്ച് ഉള്ളിടത്ത് നോക്കിയിരുന്നു. ചിലപ്പോ അങ്ങനെ തന്നെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടോ. മുസ്തഫ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. മുസ്തഫ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ശരിയായി. ദീപാമേ, ഞാൻ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് നല്ല മഴയാണ്. എന്റെ വീടിനകത്ത് അത്ര റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ LLB കംപ്ലീറ്റ് ചെയ്തു. പിന്നെയും ഒരു 2-3 മാസത്തിന് ശേഷമാണ് ഞാൻ എൻറോൾ ചെയ്യുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ എൻ്റെ കല്യാണം നടത്തിയിരുന്നു. അതായത് ഞാൻ എക്സാം കഴിഞ്ഞ് 5 ഇയർ LLBയുടെ എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ എൻറോൾ ചെയ്തു, അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ സ്വപ്നം അവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച്
ഞാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നേടി. അവിടെ അതിനൊരു പൂർണ്ണതയുണ്ടായി. പിന്നീട് ഞാൻ വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്നോ തുടങ്ങണമെന്നോ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ എനിക്കില്ലായിരുന്നു. പക്ഷേ എന്റെ മാരിറ്റൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ ഞാൻ പിന്നെയും എനിക്ക് ചെറിയൊരു തോൽവി സംഭവിച്ചു. അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ ആശ്വാസം കണ്ടെത്തിയതെല്ലാം എൻ്റെ ഈ പ്രൊഫഷനിലാണ്, എൻ്റെ ഈ ജോലിയിലാണ്. ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ അങ്ങനെ ഒരു ഇതില് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഈ തൊഴിൽ തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എൻ്റെ എല്ലാ ഇതിലും എൻ്റെ എല്ലാ വീഴ്ചകളിലും എന്നെ പിടിച്ചു നിർത്തിയത് ഈ തൊഴിലാണ്. എനിക്ക് കൂടുതൽ സമയം ഇതിലോട്ട് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞു. എൻ്റെ ജോലിയിലോട്ട് ഞാൻ കൂടുതൽ സമയം പ്രാക്ടീസിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ എഫേർട്ടും ഞാൻ അതിലോട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 to 6 years ആയിട്ടുള്ളൂ. ഇപ്പോഴും ഞാനൊരു ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്സിന്റെ ഇടയിൽ ഞാനൊരു ജൂനിയർ അഡ്വക്കേറ്റിന് അറിയാന്നുള്ളത് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഞാൻ ഈ പ്രൊഫഷനിൽ നിന്ന് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ. അത് എൻ്റെ എല്ലാം നല്ലതിനെന്ന് പറയും പോലെ തന്നെ ഓരോ തോൽവിയും പാസ്സായിരുന്നെങ്കിൽ ഞാൻ അത് ഇവിടെ റേഞ്ച് കുറവാണ്, മഴ എന്താ ചെയ്യാ. കണ്ടിന്യൂ ചെയ്തോ, പറ്റണ പോലെ കേൾക്കാം. അപ്പോ ഞാൻ അങ്ങനെ പിന്നീട് ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഇതില് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് സ്വയം തോന്നുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഫയൽസ് ചെയ്യണമെന്നും സ്വന്തമായിട്ട് കേസ് ചെയ്യണമെന്നും ഒക്കെ എനിക്ക് സ്വയം തോന്നാൻ തുടങ്ങിയത്. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കേസ് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴായിരുന്നു. പിന്നീട് അതിങ്ങനെ കൂടി വന്നത് ശരിക്കും ഞാൻ ഈ ബിമാജിക് കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു അംഗമായതിനു ശേഷമാണ്. എൻ്റെ സുഹൃത്ത് ജ്ഞാനമാണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാനും ഇങ്ങനെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കാനും തുടങ്ങിയത് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. എനിക്കിപ്പോ ഒരുപാട് ഡ്രീമുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഫയൽസ് ചെയ്യണം. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ചേർന്നു, സ്ഥിരമായിട്ട് ഡ്രീം ജേർണൽ എഴുതാൻ തുടങ്ങി, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര നല്ല കണ്ടിന്യൂറ്റിയും വന്നു, നല്ല ഫ്ലോയും വന്നതിന് ശേഷം അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് ആസ് എ ജൂനിയർ അഡ്വക്കേറ്റ് എനിക്ക് ഒരുപാട് ഫയൽസ് വരാൻ, അങ്ങനെ ഒരുപാട് വർക്ക് ഫയൽസ്, ഒരുപാട് ക്ലയൻസ് വരാൻ തുടങ്ങി. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ കരിയറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സിന്ധു മാഡം വിളിച്ചു പറയുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ പോവുകയല്ലേ എന്നാണ് ഞാൻ ശരിക്കും ചിന്തിച്ചത്. ശരിക്കും ഞാനിപ്പോ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്ക് ബിമാജിക് കമ്മ്യൂണിറ്റിയോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന യൂണിവേഴ്സിന്, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും, എൻ്റെ ടീച്ചേഴ്സിന്, എല്ലാവരോടും എനിക്ക് നന്ദിയാണ് ഉള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റോറി.
ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് ആണല്ലേ? ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ആ കുഴപ്പമില്ല മാം. കഴിഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എത്രത്തോളം കേട്ടു എന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭയങ്കര ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിവേ എന്താണ് ഇപ്പൊ എന്തായാലും മാം ഇപ്പോൾ ഒരു ലൈഫിൽ ഒരുപാട് സക്സസും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവട്ടെ, അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാനും പറ്റട്ടെ. ഇനി മാമിന്റെ ലൈഫിൽ നിന്ന് ഇവരുടെ അടുത്ത് ഇപ്പം ഈ മാജിക് മെമ്പേഴ്സിന് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് അച്ചീവ്മെന്റ്സിൽ എത്തുന്നത്? എന്തെങ്കിലും ഒരു പോയിന്റോ കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുമോ? പോയിന്റ് പറയാന്ന് വെച്ചാ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമേ അല്ല. അത് ശരിക്കും ഓരോ പരാജയം എല്ലാം നല്ലതിനാണ്. നമ്മുടെ ഹലോ വളമായിട്ടേ വരും. എവിടെയെങ്കിലും നമ്മൾ തോറ്റുപോയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചു എന്നുള്ളതോർത്ത് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. ചെയ്തിട്ട് കയറട്ടെ. ഹലോ, എങ്ങനെ മാം? കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആയോണ്ടിരിക്കുന്നുണ്ട്. വെരി സോറി കേട്ടോ, വെരി സോറി. ഓക്കെ കുഴപ്പമില്ല എന്തായാലും. അപ്പൊ നമ്മുടെ ഒരു തോൽവിയും നമ്മുടെ അവസാനമല്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം നമുക്ക് അവസരങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിനും നമ്മൾ തന്നെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനുള്ളത്. പ്രതീക്ഷയോടെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. നല്ലത് മാത്രം എല്ലാവർക്കും വരും. താങ്ക് യു. ഓക്കെ താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, സോ ടീം മെമ്പേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ആൾമോസ്റ്റ് ഏകദേശം സ്റ്റോറിയും ദീപ മാമിൻ്റെ സ്റ്റോറിയും എങ്ങനെയാണ് അച്ചീവ്മെന്റിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയാമോ? ഹായ് മാജിക് മോണി, ഞാൻ തന്നെ പറയട്ടെ. ഞാൻ ഒരു യാത്ര പോവാൻ നിൽക്കുക. ഓക്കെ. നല്ലൊരു കാരണം ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ആദ്യം ഞാൻ എന്താ പറയാൻ, ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കുറെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു അഡ്വക്കേറ്റ് ആവാൻ കുറേയേറെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അതിന്ന് അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മോള് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുറെ ആൾക്കാരെ ഇന്നലെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. മോള് ഇതിലേക്ക് വന്ന് നമ്മളെ സ്റ്റോറി പറയാൻ ശ്രമിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിവേ നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ദീപ, താങ്ക് യു ഓൾ. ഞാൻ ലീവ് ചെയ്യട്ടെ മോളെ. ഓക്കെ ഷുവർ. താങ്ക് യു സിന്ധു മാഡം. ഓക്കെ, വേറെ ആരാണ് പറയുന്നത്? മാജിക് ഹലോ. മാജിക് മോർണിംഗ്. ഓക്കെ പറഞ്ഞോളൂ സർ. താങ്ക് യു ദീപ മാഡം. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. മാഡം പറഞ്ഞില്ലേ, പാറയിൽ വീണ വിത്ത്. മിക്ക ആളുകളും അങ്ങനെയാണ്, പാറയിൽ പെട്ടെന്ന് വളർന്നു പോകുന്നൊരവസ്ഥയാണ്. അതിന്നെല്ലാം നമ്മൾ കരകയറാൻ ശ്രമിക്കണം എന്നുള്ളതാണ് മാഡത്തിൻ്റെ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അഫ്നിസ മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാം പറഞ്ഞ കഥയിൽ നിന്ന്
എന്താ പറയാ, ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തു തീർക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും അവസരങ്ങളും ടൈമും നഷ്ടപ്പെടുത്തരുതെന്ന്. പിന്നെ മാം പറഞ്ഞ പോലെ നമ്മളെ പരാജയം ഒന്നും ജീവിതത്തിൽ അവസാനമൊന്നുമല്ല. ഒരിക്കലെങ്കിലും തോറ്റാലേ നമുക്ക് വിജയിക്കാനുള്ള, നമ്മൾ തോറ്റുപോകാണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വിൽ പവർ നമ്മൾക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. ഒരു ജീവിതാനുഭവത്തിലൂടെ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു മാം. താങ്ക് ഓക്കെ, യു താങ്ക് മാം. ഓക്കെ. വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? ഗുഡ് മോർണിംഗ് ദീപ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ജീവിതാനുഭവമാണ് സത്യത്തിൽ പറഞ്ഞത് അല്ലെ. നമ്മള് ഒരു വട്ടം തോറ്റു പോകുമ്പോ അല്ലെങ്കിൽ 2 വട്ടം തോറ്റു പോകുമ്പോ നമ്മൾക്ക് പിന്നെ മടുപ്പാവും. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ പല കാര്യങ്ങളിലും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് വീണ്ടും അത് വിജയത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് അത് നമ്മൾക്ക് എന്താ പറയാ, ഒരു മോട്ടിവേഷനിലൂടെ കിട്ടുന്നതല്ല. നമ്മളുടെ ഒരു സെൽഫ് ഇൻസ്പിരേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒന്നും സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള നല്ല സെൽഫ് ഇൻസ്പിരേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇത്രയും ചുരുക്കിയാണ് മാഡം പറഞ്ഞതെങ്കിൽ കൂടിയും ആ ജീവിതാനുഭവങ്ങൾ നമ്മളുടെ ഉള്ളിൽ, അതായത് നമുക്കൊരു വിഷ്വലായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അപ്പോൾ യൂണിഫോം ഇട്ട് വരുന്നതും മൈൻഡിൽ വന്നതും എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യങ്ങളും, ഇതെല്ലാം പ്രപഞ്ചം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ എടുക്കുന്ന എഫേർട്ടും എല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഓരോരുത്തരും എല്ലാവരും ഉന്നത വിജയങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഓരോരുത്തരും പറയൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിലും ഷെയർ ചെയ്യാം. മണി സർ. മാജിക് മോർണിംഗ് ദിവമ. നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയായിരുന്നു. അത് തുടക്കത്തില് വിദ്യാഭ്യാസത്തില് ഒന്നും അത്ര ഒരു വേണ്ട മാതിരി ഫോക്കസ് ചെയ്തില്ലെങ്കിലും പിന്നീട് പ്രൊഫഷണൽ കോളേജിൽ എത്തിയപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൽ ഫോക്കസ് ചെയ്ത്, അപ്പം ഒരു സ്വപ്നം എന്നുള്ള നിലക്ക് അത് ഡ്രീം ചെയ്യാനും അതിപ്പോ അതിലേക്ക് തന്റെ ഒരു പ്രൊഫഷൻ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ശരിക്ക് എഫേർട്ട് എടുത്ത് അതിൽ വിജയിച്ചൊരു വ്യക്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാം പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മള് ഒരു ജീവിതത്തിൽ എന്ത് പരാജയങ്ങൾ വന്നാലും അത് തളരാതെ മുന്നോട്ട് പോവുക. കൂടുതൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു കാര്യം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിത വിജയം എന്തായാലും എത്തും. മാമിന് ഇപ്പോൾ നല്ലൊരു ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഇത്തരം ഉത്തമ വിശ്വാസം കൊണ്ടും അതേമാതിരി ഫാമിലി സപ്പോർട്ട് കൊണ്ടും ഒക്കെ തന്നെയാണ്. അപ്പൊ അത് മുന്നിൽ ആദ്യം ആ ഒരു ഉറച്ച തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ കൂടുതൽ ഇതിലേക്ക് വരാനും, പ്രത്യേകിച്ച് ബി മാജിക്കിന്റെ ഒരു സപ്പോർട്ടും കൂടി ആയപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ശരിയായ ഒരു ദിശയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതിന്ന് കിട്ടിയ ആ ഡ്രീം ചെയ്യാനും അതുപോലെ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് സംഗതി യാഥാർത്ഥ്യമാക്കാനുള്ള ആ ഒരു പവർ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല സ്റ്റോറിയായിരുന്നു. ഓക്കെ, താങ്ക് യു മണി സർ. മുസ്തഫ സർ. ഗുഡ് മോർണിംഗ് ദീപ്. ഇന്നത്തെ മറ്റേ ടോപ്പിക് നന്നായിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ മുമ്പ് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും വിജയത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുണ്ട്. അപ്പൊ പഠനത്തിലേക്ക് ആദ്യം കുറച്ച് വീക്കെൻഡ് പറഞ്ഞിരുന്നു. പിന്നെ തുടർന്ന് ഡിഗ്രി എടുക്കാനൊക്കെ വളരെയധികം ത്യാഗം സഹിച്ചു.
ഈ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്കത് ഇനി അവസരങ്ങൾ ഉണ്ടെന്നാണ്. ഇതൊരു തുടക്കാവട്ടെ എന്ന് മുന്നോട്ട് വരട്ടെ എന്നുള്ള ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇതുപോലെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ജീവാനുഭവം. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് മാം. ദീപ മാം വളരെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എന്തായാലും മാമിന്റെ ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ കൂടി മാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങള്, ആദ്യം നമ്മള് അത് കുഴപ്പമില്ല, അത് നാളേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലങ്ങള് എല്ലാം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതെന്തായാലും വളരെ നല്ല ഒരു ഇൻസ്പിറേഷൻ ആയി മാമിന്റെ ലാസ്റ്റിലേക്ക് ആയപ്പോഴേക്കും. എന്തായാലും ഇനി നല്ല ഉയർച്ചകൾ തന്നെ ഇങ്ങോട്ടും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ദീപ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ദെൻ വേറെ ഒരു ആരാ കാര്യം കൂടി, സംസാരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളൂ. ഇന്ന് ബിമാജിക്കിന്റെ 1900 പൂർത്തിയാക്കിയ ദിവസമാണ്. അന്നത്തെ അതെ ദിവസം അതെ, തന്നെ ദീപാമിന്റെ ക്ലാസ് ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പ്രത്യേകം എല്ലാവർക്കും നന്ദിയും ആശംസകളും അറിയിക്കാം. ഓക്കെ, താങ്ക് യു. എനിക്കിങ്ങനെ അവസരം തന്ന ബിമാജിക്കിനും നന്ദിയുണ്ട്. 1900 കൊല്ലം ദിവസം. ഓക്കെ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. ദീപ മാം, നല്ല അനുഭവങ്ങൾ നമ്മളിങ്ങനെ വന്നതാണ്. തോൽവി വലിയ എക്സ്പീരിയൻസ് ആണ്. തോൽവിയിൽ കൂടിയാണ് നമുക്ക് ജയത്തിലെത്താൻ പറ്റും. മാമിന്റെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ നമ്മളും അങ്ങനെ തന്നെ, ഇന്ന് പഠിക്കുക നാളെ പഠിക്കുക തന്നെ ഇങ്ങനെ നീട്ടി അവസാനം പരീക്ഷൻ്റെ അന്ന് ഒരു ഡാൻസ് കളിയാ. അങ്ങനെ എങ്ങനെയല്ലോ 10ാം ക്ലാസ് പഠിപ്പ് നിർത്തണമെന്ന് വിചാരിച്ച് അവസാനം എങ്ങനെയല്ലോ ഗ്രാജുവേഷൻ കിട്ടി. എങ്ങനാ കിട്ടിയെന്ന് അറിയില്ല. ഇതേമാതിരി തന്നെ നല്ല നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ്. ഇനി വരുന്ന തലമുറക്ക് പരാജയം വലിയ വിഷയമല്ല, നമുക്ക് വിജയം പിന്നീട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മാം. താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നോട്ട്സോ പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എനിവേ ദീപ മാം, എല്ലാവരും പറഞ്ഞപ്പോലെ ഇത് അച്ചീവ്മെന്റ്സുകൾ ഒരു തുടക്കം മാത്രമാവട്ടെ. ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. സോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഇനി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ശരി. എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ ആൻഡ് താങ്ക് യു. Thank you. Thank you താങ്ക് so യു much. മാം. താങ്ക് യു ഓൾ. മാം, താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു.